പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഇതാണ്: അനുഗ്രഹങ്ങളുടെ എല്ലാ ഉറവിടമായ ദൈവം ശപിക്കുന്നുവോ? അത്തിവൃക്ഷം ഫലം കൊടുക്കാത്തതിൽ ദൈവത്തിന്റെ നിരാശയുടെയും സങ്കടത്തിന്റെയും ദേഷ്യത്തിന്റെയും നീരസത്തിന്റെയും ഒക്കെ അങ്ങേയറ്റം പ്രകടമാക്കുന്ന ഒരു വാക്കാണ് ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചു എന്നുള്ളത്. ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാതെ ദൈവം നമ്മളിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നു എന്നുകൂടിയാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ചില കാര്യങ്ങൾ കുറവ് വരാത്ത രീതിയിൽ വിട്ടുവീഴ്ചയില്ലാതെ നമ്മളിൽ നിശ്ചയമായും ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തിപ്പഴങ്ങളുടെ കാലം അല്ലാതിരുന്നിട്ട് പോലും ഈശോ അതിൽ ഫലം പ്രതീക്ഷിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അത്തിപ്പഴത്തിന്റെ കാലം അല്ലാതിരുന്നിട്ട് പോലും ഇല തിങ്ങി വളർന്ന് അത് അത്തിപ്പഴങ്ങൾ അകത്ത് ആ ഇലകൾക്കുള്ളിൽ ഉള്ളതുപോലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ അത് ഇലയുടെ പുഷ്ടിയോടുകൂടി നിന്നത് ആ തെറ്റിദ്ധാരണ ഈശോയിൽ ജനിപ്പിക്കാൻ കാരണമായി. ഇല്ലാത്തത്, ഉള്ളിൽ ഇല്ലാത്ത നന്മ പുറമെ ഉണ്ടെന്ന് കാണിപ്പിക്കാൻ ശ്രമിച്ച ഒരു കപടത ഈ അത്തിവൃക്ഷത്തിന്റെ അപ്പിയറൻസിൽ വന്നതാണ് ഈശോയെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയതും സങ്കടപ്പെടുത്തിയതും. ഈശോ ഫരിസേയരിലും സദുക്കായരിലും നിയമ പ്രമാണികളിലുമൊക്കെ എപ്പോഴും ആരോപിച്ചിരുന്ന, അവരിൽ വെറുത്തിരുന്ന ഏക കാര്യം അവരിലെ കപടതയായിരുന്നു. ഉള്ളിൽ നന്മയില്ലാതിരിക്കെ അവരെന്തോ വലിയ ആളുകളാണെന്ന് ഭാവിച്ച്, നന്മയുണ്ടെന്ന് ഭാവിച്ചതിനെ ഈശോ എപ്പോഴും വെറുത്തിരുന്നു. നമ്മളിലും ഉള്ളിൽ നന്മയില്ലാതെ നമ്മൾ പുറമെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരാകാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെയും ഉള്ളിൽ വെറുക്കുകയാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഉള്ളിൽ യഥാർത്ഥത്തിൽ നന്മയുണ്ടാകാൻ തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം. ഉള്ളത് മാത്രം പുറത്തു കാണിക്കുന്ന, അകവും പുറവും ഒരുപോലെ ശുദ്ധമായിരിക്കുന്ന നിർമ്മലമായ മനസാക്ഷി ഉണ്ടാകാനായി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരായി മാറാൻ, നല്ലത് ചമയാൻ ചിലപ്പോഴെങ്കിലും ഞങ്ങളും അഭിനയിക്കാറുണ്ട്, കപടതയോടെ പെരുമാറാറുണ്ട്. കർത്താവെ, അത്തരം അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. അങ്ങയെപ്പോലെ ഹൃദയത്തിലും പുറത്തും എപ്പോഴും നന്മയോടെ ആയിരിക്കാനും, ഉള്ളത് അകത്തുള്ളത് മാത്രം പുറത്ത് കാണിക്കുന്നവരാകുവാനും, ആ രീതിയിൽ വാക്കും പ്രവർത്തനവും ഒരുപോലെ ഒരേ രേഖയിൽ വരാനും, വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.